ഹലോ എവരിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചാ, ചാന, ചാഹത്ത്, ചാഹിയെ ഇവയുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാം. ചാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം. പിന്നെ ചാഹ്ന എന്ന് പറഞ്ഞാൽ ഇഷ്ടം തോന്നുക, ആഗ്രഹിക്കുക. ചാഹത്ത് അതും ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം. പിന്നെ ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം. പിന്നെ നമുക്ക് സെൻറ്റൻസസ് എഴുതിക്കൊണ്ട് മനസ്സിലാക്കാം. എനിക്ക് അത് വേണം. അപ്പോൾ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? എനിക്ക് എന്നുള്ളതിന് മുജേ, അത് എങ്ങനെ എഴുതാം? മുജേ വേണം, അതായത് ചാഹിയേ. മുജേ ചാഹിയേ, എനിക്ക് അത് വേണം. ഞാൻ അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? മേ, ഞാൻ എന്നുള്ളതിന് മേ, അത് വാങ്ങിക്കാൻ, അതായത് ഖരീദ്ന. വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഖരീദ്ന. മേ ഖരീദ്ന ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയാം, ചാഹത്തി ഹൂം. മെയിലാണെങ്കിൽ ചാഹത്താ ഹൂം, മേ ഖരീദ്ന ചാഹത്താ ഹൂം. പുല്ലിംഗാണെങ്കിൽ ചാഹത്താ ഹൂം എന്ന് പറയാം. സ്ത്രീലിംഗാണെങ്കിൽ ചാഹത്തി ഹൂം. മേ ഖരീദ്ന ചാഹത്തി ഹൂം, ഞാനത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് എനിക്ക് ഇത് വേണം. എങ്ങനെ എഴുതാം? എനിക്ക് എന്നുള്ളതിന് മുജേ, ഇത് യഹ് വേണം, ചാഹിയേ. മുജേ യഹ് ചാഹിയേ. ഞാൻ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെങ്ങനെ എഴുതാം? ഞാൻ മേ, ഇത് യഹ്, മേ യഹ് എടുക്കുക. എടുക്കുക എന്നുള്ളതിന് എങ്ങനെയാ പറയുക? ലേന. മേ യഹ് ലേന ആഗ്രഹിക്കുന്നു ഉള്ളതിന് ചാഹത്തി ഹൂം. പുല്ലിംഗാണെങ്കിൽ ചാഹത്താ ഹൂം. മേ യഹ് ലേന ചാഹത്താ ഹൂം. മേ യഹ് ലേന ചാഹത്തി ഹൂം, ഞാനിത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വലിയ വീട് വേണം. നമുക്കെങ്ങനെ എഴുതാം? ഞങ്ങൾക്ക് എന്നുള്ളതിന് ഹമേ, ഒരു, ഏക്, വലിയ, ബഡാ, വീടിന് ഘർ വേണം, ചാഹിയേ. ഹമേ ഏക് ബഡാ ഘർ ചാഹിയേ. അടുത്തത് ഞങ്ങൾ ആ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്കെങ്ങനെ എഴുതാം? ഹം വോ ഘർ ഖരീദ്ന ചാഹത്തെ ഹൈ. ഞങ്ങൾ, ഹം, ആ എന്നുള്ളതിന് വോ, വീട്, ഘർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, ഖരീദ്ന ചാഹത്തെ ഹൈ. ഇവിടെ ഹം എന്നുള്ളത് ബഹുവചനാണ്, അതുകൊണ്ടാണ് ചാഹത്തെ ഹൈ എന്ന് വന്നത്. നിങ്ങൾ കാശ്മീരിൽ പോകണം. കാശ്മീർ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത് നമുക്കെങ്ങനെ എഴുതാം? आपको कश्मीर जाना चाहिए. कश्मीर बहुत सुंदर जगह है. आपको कश्मीर जाना चाहिए. നിങ്ങൾ കശ്മീരിൽ പോകണമെന്ന് പറയുന്നത് ആപ്കോ
കശ്മീർ ജാനാ ചാഹിയെ, വേണം, പോകണം. ജാനാ ചാഹിയെ. കാശ്മീർ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? കശ്മീർ ബഹുത് സുന്ദർ ജഗഹ് ഹെ. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ കാശ്മീരിൽ കറങ്ങാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ എഴുതാം? മേ കശ്മീർ, കറങ്ങുക എന്നുള്ളതിന് ഘൂംന, കശ്മീർ ഘൂംന ചാഹത്തി ഹൂം. മേ കശ്മീർ ഘൂംന ചാഹത്തി ഹൂം. ഞാൻ കശ്മീരിൽ കറങ്ങാൻ ആഗ്രഹിക്കുന്നു. അടുത്തതോ, എനിക്ക് ആ പുസ്തകം വേണം. അത് നമുക്ക് എങ്ങനെ എഴുതാം? മുझे वो കിതാബ് ചാഹിയേ. എനിക്ക്, മുझे वो കിതാബ് ചാഹിയേ. ഞാൻ ആ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നുള്ളതിന് മേ, ആ എന്നുള്ളതിന് വ, പുസ്തകം കിതാബ്, വായിക്കാൻ ആഗ്രഹിക്കുന്നു. പഠന ചാഹത്തി ഹൂം അല്ലെങ്കിൽ ചാഹത്താ ഹൂം. അവന് ഒരു വലിയ വണ്ടി വേണം, അല്ലെങ്കിൽ അവനൊരു വലിയ കാറ് വേണം. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഉസേ ഏക്ക് വലിയ വണ്ടി. അങ്ങനെ എഴുതാം നമുക്ക്. ബഡി ഗാഡി ചാഹിയേ, വേണം, ചാഹിയേ. അവൻ ഒരു വലിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ എഴുതാം? വ ഏക് ബഡി ഗാഡി ലേന ചാഹത്താ ഹെ, അല്ലെങ്കിൽ ഖരീദന ചാഹത്താ ഹെ. വ ഏക് ബഡി गाड़ी खरीदना चाहता है. എപ്പോഴും സത്യം പറയണം. ഹമേഷ, എപ്പോഴും എന്നുള്ളതിന് ഹമേഷ സച്ച് ബോൾന ചാഹിയേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. സുബഹ് ജൽദി ഉഠന ചാഹിയേ. താങ്കൾ വിശ്രമിക്കണം. ആപ്കോ ആരാം करना चाहिए. അപ്പോൾ ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം, നിങ്ങളത് ചെയ്യണം എന്നാണ് അർത്ഥമാക്കുന്നത്. അവന് പനിയാണ്, ഡോക്ടറുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകേണ്ടതായുണ്ട്. അത് നമുക്കെങ്ങനെ എഴുതാം? ഉസ്കോ ബുഖാർ ഹെ, അല്ലെങ്കിൽ ഉസേ ബുഖാർ ഹെ. ഉസേ ബുഖാർ ഹെ. ഡോക്ടറുടെ അടുത്ത് പോകണം. ഡോക്ടർ കെ പാസ് ജാനാ ചാഹിയേ. ഡോക്ടർ കെ പാസ് ജാനാ ചാഹിയേ. क्या
ചാഹ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഇഷ്ടം, പ്രേമം എന്നൊക്കെയാണ് അർത്ഥം. ചാഹത്ത് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ചാഹത്ത് ഇഷ്ടം, പ്രേമം എന്നൊക്കെയാണ് അർത്ഥം. ചാഹ്ന ആഗ്രഹിക്കുക. പിന്നെ ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം, ചെയ്യണം എന്ന അർത്ഥമാണ്.